ഹലോ എവരി വൺ. പി എസ് സിയുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ BSc കെമിസ്ട്രി, അങ്ങനെയുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പമായിട്ടുള്ള എക്സാം ആണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കഴിഞ്ഞ വർഷമൊക്കെ നടന്നിരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി ലോ ടോപ്പിക്സ് ആണ് നമ്മൾ ബേസിക്കലി ഈ ഒരു സെഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ നിന്നും നമ്മൾ കഴിഞ്ഞ വർഷം ഡീൽ ചെയ്തിരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഫുഡ് സേഫ്റ്റി ആക്ട് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾസ്, റെഗുലേഷൻസ്, ഇതിനോടൊപ്പം തന്നെ ഇന്റർനാഷണലി വരുന്ന കുറച്ച് ഓർഗനൈസേഷൻസ്, ഫുഡുമായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ഓർഗനൈസേഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കറന്റ് നടക്കുന്ന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന കുറച്ച് എന്താ പറയാ കാര്യങ്ങൾ, അവർ കുറച്ച് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവർ കുറച്ച് നോട്ടിഫിക്കേഷൻസും ഓർഡേഴ്സും ഒക്കെ ഇങ്ങനെ പുറത്തു വിടുന്നുണ്ട്. അതിനെയൊക്കെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ഇതൊക്കെ ഈ എക്സാമിന്റെ സിലബസിലുണ്ട്. കൂടാതെ ലീഗൽ ടോപ്പിക് ആയിട്ട് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഇത്രയും ആണ് ലീഗൽ സിലബസ് ഈ എക്സാമിന് നമ്മുടെ സിലബസിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ സിലബസിൽ നിന്നും, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടും കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, എനി പേഴ്സൺ ഹു മാനുഫാക്ചർ ഫോർ സെയിൽ ഓർ ഡിസ്ട്രിബ്യൂട്ട്സ് എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഫോർ കൺസംഷൻ ഈസ് ലയബിൾ ടു എക്സ്റ്റെൻഡ് ഓഫ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ടില് ചാപ്റ്റർ 9 ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡീൽ ചെയ്യുന്നുണ്ട്. ബേസിക്കലി അതിനകത്ത് പറയുന്നത് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട്, ആക്ടിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആക്ടിൽ കുറെ കാര്യങ്ങൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ റെഗുലേഷൻസും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ ഗൈഡ് ലൈൻസ്, ആൾക്കാർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആക്ടിൽ കുറെ ഒഫൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ ആക്ട് അനുസരിച്ച് കുറ്റമാണ് എന്ന് ആക്ടിൽ പറയുന്നുണ്ട്. അത് പറയുന്നത് ചാപ്റ്റർ 9 ആ ചാപ്റ്ററിലാണ് ഒഫൻസുകളും അതിന്റെ പെനാൽറ്റി, അതിന്റെ പണിഷ്മെന്റ് എന്താണെന്നും പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഒഫൻസ് ആണ് സബ് സ്റ്റാൻഡേർഡ് ഫുഡ് എന്ന് പറയുന്ന ഫുഡ് വിൽപ്പന. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഏതെങ്കിലും ഒരു വ്യക്തി മാനുഫാക്ചർ ചെയ്യുകയാണ്, അതായത് നിർമ്മിക്കുകയാണ്, ഫുഡ് നിർമ്മിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ അയാൾ സ്വയം ഉണ്ടാക്കി അയാൾ തന്നെ വിൽപ്പന ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അയാൾ സ്വയം ഉണ്ടാക്കി മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ആ വ്യക്തി അത് വിൽപ്പന ചെയ്യാം, അങ്ങനെ അയാൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഫുഡ് മാനുഫാക്ചർ ചെയ്യാണ്, അത് സെയിൽ ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടാണ്. പക്ഷെ ആ ഫുഡ് ഏതു തരത്തിലുള്ള ഒരു ഫുഡാണ്? സബ് സ്റ്റാൻഡേർഡ് ഫുഡാണ്. അപ്പൊ എന്താണ് സബ് സ്റ്റാൻഡേർഡ് ഫുഡ് എന്നൊരു ക്ലിയർ ഡെഫിനേഷൻ നമ്മളുടെ ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു സബ് സ്റ്റാൻഡേർഡ് ഫുഡ് ഒരു വ്യക്തി ഉണ്ടാക്കി വിൽക്കുകയാണ് അല്ലെങ്കിൽ വിൽക്കാനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്താൽ അയാൾക്ക് പെനൽറ്റി ഉണ്ട്. കാരണം സബ് സ്റ്റാൻഡേർഡ് ഫുഡ് എന്ന് പറയുന്നത് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം ആക്ട് അത്തരത്തിലുള്ള ഫുഡ് വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ ആ ഒരു ഫുഡ് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കണ്ടേ? അപ്പൊ ആ പണിഷ്മെന്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ബേസിക്കലി ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻ ഭയങ്കര പ്ലെയിൻ ആണ്. അതായത് ഏത് സെക്ഷൻ ആണെന്നോ അങ്ങനെ ഒരു ഹിന്റും നമുക്ക് തരുന്നില്ല. ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ, സബ് സ്റ്റാൻഡേർഡ് ഫുഡ് വിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്രയാണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആദ്യത്തേത് 2.5 lakh rupees-ഉം 6 months ഇംപ്രിസൺമെന്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് 2.5 lakh rupees ഓൺലി. മൂന്നാമത്തേത് 5 lakh rupees and 6 months ഇംപ്രിസൺമെന്റ് എന്നാണ്. നാലാമത്തെ ഓപ്ഷൻ 5 lakh rupees ഓൺലി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ആക്ടില് പറഞ്ഞിരിക്കുന്ന ഒരു കുറ്റമാണിത്. ഇതിന് എന്തോ ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. അത് ഈ 4 ഓപ്ഷൻസിൽ ഏതോ ഒന്നാണ്, അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇതില് സെക്ഷൻ 51 സബ് സ്റ്റാൻഡേർഡ് ഫുഡിനുള്ള പെനാൽറ്റി നമ്മളുടെ ഫുഡ് സേഫ്റ്റി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 51 എടുത്തു പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി, എനി പേഴ്സൺ ഹു വെദർ ബൈ ഹിംസെൽഫ് ഓർ ബൈ എനി അതർ പേഴ്സൺ ഓൺ ഹിസ് ബിഹാഫ് മാനുഫാക്ചർ ഫോർ സെയിൽ, സ്റ്റോർസ്, സെൽസ് ഓർ ഡിസ്ട്രിബ്യൂട്ട് ഓർ ഇമ്പോർട്ട്, എന്തോ ആകാം. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, എനി പേഴ്സൺ ബൈ ഹിംസെൽഫ് ഓർ ബൈ എനി അതർ പേഴ്സൺ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അയാളുടെ ബിഹാഫിൽ മാനുഫാക്ചർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നത്? സെയിൽ ചെയ്യാനായിരിക്കാം, സ്റ്റോർ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ സെൽസ് എന്താ പറയാ അയാൾ തന്നെ വിൽക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാനായിട്ടാണ്. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി സ്വയം അല്ലെങ്കിൽ മറ്റൊരാളുടെ ബിഹാഫിൽ മാനുഫാക്ചർ ചെയ്യാണ്. എത്തരത്തിലുള്ള ഫുഡാണ് മാനുഫാക്ചർ ചെയ്യുന്നത്?
എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ വിച്ച് ഈസ് സബ്സ്റ്റാൻഡേർഡ്. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷാൽ ബി ലയബിൾ ടു എ പെനൽറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh rupees. അയാളുടെ പെനൽറ്റി എത്രയാണ്? 5 ലക്ഷം രൂപയാണ് പെനൽറ്റി എന്ന് പറയുന്നത്. ഇതാണ് സെക്ഷൻ 55 കൊടുത്തിരിക്കുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി മാനുഫാക്ചർ ചെയ്യാണ്, സെയിൽ ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ എനി ആർട്ടിക്കിൾ ഓഫ് ഫുഡ് സബ്സ്റ്റാൻഡേർഡ് ആണ് ഫോർ കൺസംഷൻ, അയാളുടെ എന്താണ്? ലയബിലിറ്റി എന്നാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ സെക്ഷൻ 51 ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ സെക്ഷൻ 61 സെയിലും മാനുഫാക്ചർ ഫോർ സെയിലും ഡിസ്ട്രിബ്യൂട്ടും മാത്രമല്ല പറയുന്നത്, സ്റ്റോർ ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്, ഹാഫ് പോർഷൻ മാത്രമേ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളൂ. ഇതേ കണക്ക് തന്നെ സെയിലും ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാണ്, സബ്സ്റ്റാൻഡേർഡ് ഫുഡാണ് സെയിലും ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നത്. അപ്പൊ ഈ സബ്സ്റ്റാൻഡേർഡ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരൊറ്റ സെക്ഷൻ മാത്രമേ നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ടിലുള്ളൂ, അത് സെക്ഷൻ 51 ആണ്. അതുകൊണ്ട് ഇത് ഗസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. എന്നാൽ വേറെ പല സെക്ഷൻസും വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില സെക്ഷൻസിൽ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന് ഒരു പണിഷ്മെന്റ് ആണ്, അതേ ഫുഡ് വിൽപ്പനയ്ക്ക് കൊടുക്കുമ്പോൾ മറ്റൊരു പണിഷ്മെന്റ് ആണ്. അതായത് ഒരു വ്യക്തി മാനുഫാക്ചർ ചെയ്യാണെന്ന് കരുതുക പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫുഡ്, അയാൾക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ 5 വർഷം ഇംപ്രിസൺമെന്റ് ആയിരിക്കും. എന്നാൽ ഒരു വ്യക്തി ആ ഫുഡ് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ പോകുന്നത് 3 വർഷം ഇംപ്രിസൺമെന്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷെ സബ്സ്റ്റാൻഡേർഡ് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. വിൽപ്പന ചെയ്തോട്ടെ, മാനുഫാക്ചർ ചെയ്തോട്ടെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോട്ടെ, സ്റ്റോർ ചെയ്തോട്ടെ, എന്ത് ചെയ്താലും, ഈവൻ ഇമ്പോർട്ട് വരെ, ഈ 5 കാര്യങ്ങളും ചെയ്താലും ഒറ്റ ശിക്ഷ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ഗസ്സിംഗ്, ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുന്നില്ല. സെക്ഷൻ 51 സബ്സ്റ്റാൻഡേർഡ് ഫുഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഒറ്റ സെക്ഷനിൽ മാത്രമേ സബ്സ്റ്റാൻഡേർഡ് ഫുഡിനെ കുറിച്ച് പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്ലിയർലി ഗസ് ചെയ്യാം സെക്ഷൻ 51 ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ സെക്ഷൻ 51 എത്രയാണെന്നാ പഠിച്ചത്? 5 lakh rupees ആണ് പെനൽറ്റി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 5 lakh rupees ആണ് പെനൽറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരു ക്വസ്റ്റ്യൻ വളരെ പക്ക ആയിട്ട് ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു, ഇത് കഴിഞ്ഞ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോഴും കുറച്ച് ട്രിക്കിയാണ്. അതായത് അവര്, ഞാൻ പറഞ്ഞില്ലേ, ചില ഫുഡ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇപ്പൊ സബ്സ്റ്റാൻഡേർഡ് ഫുഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ചില ഫുഡിനെ സംബന്ധിച്ച് ഫോർ എക്സാമ്പിൾ എക്സ്ട്രേനിയസ് മാറ്റർ ഉള്ള ഫുഡ് അല്ലെങ്കിൽ അങ്ങനെ അൺസേഫ് ഫുഡ്, ഇതിനെയൊക്കെ ബന്ധപ്പെട്ട് പല പല പെനൽറ്റി വരുന്നുണ്ട്. ചിലത് അൺസേഫ് ഫുഡ് കഴിച്ച് ഇഞ്ചുറി ഉണ്ടായാൽ ഒരു പെനൽറ്റി, അൺസേഫ് ഫുഡ് കഴിച്ച് ഡെത്ത് ഉണ്ടായാൽ മറ്റൊരു പെനൽറ്റി. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് പെനൽറ്റീസ് വരുന്നുണ്ട്. അവിടെ നമുക്കിത് കൺഫ്യൂസിങ് ആകും. ക്ലിയർ ആയിട്ട് നമ്മൾ ആ പെനൽറ്റിയും ആ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ എന്താണ് ആ കോൺസിക്വൻസ് ഉള്ളതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ജനറേറ്റ് ആവും. ഇങ്ങനെ ഒഫൻസസ് ആൻഡ് പെനൽറ്റീസിൽ നിന്നും ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മേ ബി അത് സ്ട്രേറ്റ് ആയിരിക്കാം ലൈക്ക് ദിസ്. പക്ഷെ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ സ്ട്രേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഫൻസസ് ആൻഡ് പെനൽറ്റീസ് എന്ന് കാണുന്നത് വളരെ ചുരുക്കമാണ്. പല PYQ എടുത്ത് നോക്കിയാലും കുറച്ച് ട്രിക്കിയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, ഷുവർ ഷോട്ട് ആണ്. ഇതേ കണക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? വിച്ച് ആക്ട് റിലേറ്റഡ് ടു ഫുഡ് റിപ്പീൽഡ് ഇൻ FSSAI 2006. അപ്പോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 വന്നപ്പോ നമുക്ക് അതിനു മുന്നേ ഇന്ത്യയിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യൻ കഴിച്ചു തുടങ്ങിയത് 2006 മുതൽ അല്ലല്ലോ, അതിനു മുന്നേ മനുഷ്യൻ അത് കഴിക്കുന്നുണ്ടായിരുന്നു അല്ലെ? ജനിച്ച അന്ന് മുതൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പണ്ട് മുതലേ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ലെജിസ്ലേഷൻസ്, ഒരുപാട് നിയമങ്ങൾ 2006 ഈ നിയമം വന്നിരിക്കുന്നത്. അതിന് മുന്നേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് ചിലതെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളായിരിക്കാം, ചിലത് അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഉണ്ടാക്കിയ നിയമങ്ങളായിരിക്കാം. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം ഇന്ത്യ മുഴുവൻ പ്രാബല്യത്തിൽ വരും അല്ലെ? പക്ഷെ നമ്മുടെ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ അത് ആ സ്റ്റേറ്റിൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ. അപ്പൊ ഇങ്ങനെ ചിലത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിനും വേണ്ടി കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു. സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യ മൊത്തത്തിലായിട്ട് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഭയങ്കര കൺഫ്യൂസിങ് ആവാനായിട്ട് തുടങ്ങി. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ സെൻട്രൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവ് ചെയ്യണോ? സ്റ്റേറ്റ്, ഇപ്പൊ കേരളത്തിലൊരു പ്രശ്നം വന്നാല് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന നിയമവും എക്സിസ്റ്റൻസിലുണ്ട്, കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന നിയമവും എക്സിസ്റ്റൻസിലുണ്ട്. ഇതിൽ ഏതിലാണ് നമ്മളുടെ റെമഡി, നമ്മളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത്? അല്ലെങ്കിൽ ഏത് അതോറിറ്റി? രണ്ടും രണ്ട് അതോറിറ്റിയാണ് പറയുക. കേരള ഗവൺമെന്റിന്റെ ആക്ടിൽ, കേരള ലെജിസ്ലേറ്റീവ് ആക്ടിൽ പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി നിങ്ങൾ സമീപിക്കണം എന്നായിരിക്കും. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ പറയുന്നത് വൈ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയെ സമീപിക്കണം എന്നായിരിക്കും. നമുക്ക് കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി.
ഇങ്ങനെ കുറെ ആയിട്ട് യൂണിഫോമിറ്റി ഇല്ലാതെ, സ്റ്റെബിലിറ്റി ഇല്ലാതെ പല പല നിയമങ്ങൾ അവിടെ ഇവിടെയൊക്കെ സ്കാറ്റർ ആയി കിടക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളുടെ ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ അത് എന്താ പറയാ കണ്ണിൽ പെട്ടപ്പോഴാണ് അവര് 2006 തീരുമാനിച്ചത് ഇങ്ങനെ നമുക്ക് പല നിയമങ്ങൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട, നമുക്ക് എന്ത് മതി, ഒരൊറ്റ നിയമം ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാം. അപ്പൊ അവരെന്താ ചെയ്തേ, അതുവരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും ലിസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു കുറെ നിയമങ്ങൾ, ഏകദേശം 8ഓളം നിയമങ്ങൾ ഇവരെന്ത് ചെയ്തു, ഒന്നിച്ചാക്കിയിട്ട് പറഞ്ഞു ഈ 8ഓളം നിയമങ്ങൾ ഇനി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യില്ല, ഇവരെ ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ലോയിൽ വിളിക്കുന്ന പേരാണ് റിപ്പീൽഡ് എന്ന് വെച്ചാൽ അതിനെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ നിയമം വന്നു, അതാണ് റിപ്പീൽഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാം. അതായത് ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് കൊണ്ടുവന്നു. ഏകദേശം 8ഓളം നിയമങ്ങളെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ നിയമമാണ് ഫുഡ് സേഫ്റ്റി ആക്ട് റീപ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ റിപ്പീൽ ചെയ്തത്? ഓപ്ഷൻ എ എന്ന് പറയുന്നത്, ഇവര് ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്, അതായത് ഷോർട്ട് കട്ട് ഫോമിലാണ്. അപ്പം ഈ ആക്ടുകളെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാൾക്ക് വായിച്ച പോലും മനസ്സിലാവില്ല ഈ PFA എന്ന് പറയുന്നത് എന്താണെന്ന്, അല്ലെ? ഷോർട്ട് കട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മേ ബി അത് ട്രിക്കി ആയിരിക്കാം, അവർ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നതും. ഞാൻ പറഞ്ഞു തരാം ഓരോ ആക്ടും എന്താ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് PFA ആക്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ FPO ആണ്, അതായത് ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡർ ആക്ട് 1955 ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് 1 and 2. നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദം. ഇതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ ബോത്ത് 1 and 2 ആണ്. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954ഉം ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡർ 1955ഉം രണ്ടിനെയും നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ 8 ആക്ടുകളുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ 8 ആക്ടുകളും ഫുഡ് സേഫ്റ്റി ആക്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ 2 എണ്ണമാണ് അവർ നമുക്ക് ഓപ്ഷൻ ആയിട്ട് ഇട്ടിരുന്നത്, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് അതായത് PFA, രണ്ടാമത്തേത് FPO ഫ്രൂട്ട് പ്രോഡക്ട്സ് ഓർഡർ 1955. ഇത് കൂടാതെ മീറ്റ് ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ 1973, വെജിറ്റബിൾ ഓയിൽ പ്രോഡക്ട്സ് കൺട്രോൾ ഓർഡർ 1947, edible oils packaging regulation order 1998, solvent extracted oil, de-oiled meal and edible flour control order 1967, milk and milk products order 1992, any other order under essential commodities act 1955 relating to food. ഇത്രയും ലെജിസ്ലേഷൻസിനെ റിപ്പീൽ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫുഡ് ആക്ട് വന്നിരിക്കുന്നത്. ഇനി ഇതിൽ ഓർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഒരു ട്രിക്കി പോർഷൻ എന്താന്ന് വെച്ചാൽ 8th പോയിന്റ് ആണ്. 8th പോയിന്റിൽ പറയണത് എനി അതർ ഓർഡർ അണ്ടർ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് എന്നാണ്. അല്ലാതെ അതിനർത്ഥം എന്താണ്, എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഓർഡറുകൾ നമ്മൾ റിപ്പീൽ ചെയ്യും. അതായത് എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് റിപ്പീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഓർഡേഴ്സ് ആണ് ഫുഡ് സേഫ്റ്റി ആക്ട് റിപ്പീൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ ഓപ്ഷൻസിൽ PFA ആക്ട് 1954, രണ്ടാമത്തെ ഓപ്ഷൻ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് ആയിരുന്നുവെങ്കിൽ നമ്മളുടെ ആൻസർ എന്തായിരിക്കും, PFA ആക്ട് മാത്രമായിരിക്കും. കാരണം എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യുന്നില്ല, എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഓർഡറുകൾ, ആ ഓർഡറുകളാണ് മേളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓർഡേഴ്സും എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓർഡേഴ്സ് ആണ്. ആ ഓർഡേഴ്സിനെ എല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് 8th പോയിന്റ് ഓക്കെ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് എന്ന് കണ്ടു, അതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ടാവും എന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരും. പക്ഷെ ആ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്യുന്നില്ല, അത് സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഓർഡറുകളെയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു PYQ ആണ്. ഇങ്ങനെ ഇതൊന്നും നമുക്ക് ആക്ച്വലി പഠിക്കാനില്ല. നമ്മൾ ആക്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ജനറലി നമ്മൾ അല്ലാതെ പഠിക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇങ്ങനെ വരുന്ന മറ്റൊരു PYQയിൽ ഉണ്ടായിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ഞാനിവിടെ ഇതിൽ കൊടുത്തിട്ടില്ല, ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ഞാൻ പറയാം. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ്. ആക്ച്വലി അത് പറയുന്നുണ്ട്. ആക്ച്വലി ഫുഡ് സേഫ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ സെക്ഷൻ 4 പറയുന്നുണ്ട് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ചില മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ മിസ്സായി പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ജനറലി ഇങ്ങനെ ഫുഡ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു എക്സാമിന് കാണുന്നുണ്ട്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുഡ് സേഫ്റ്റി ആക്ടിൽ നിന്നാണ് പഠിച്ചത്. ഇത് കൂടാതെ നമുക്ക് ഫുഡ് സേഫ്റ്റിയുടെ റൂൾസ് പഠിക്കാനുണ്ട്. ആക്ട് മാത്രമല്ല, ആക്ടിനോടൊപ്പം ഉണ്ടായിരിക്കുന്ന 2 അഡീഷണൽ കാര്യങ്ങളാണ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന റൂൾസും ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന റെഗുലേഷൻസും. റൂൾസും റെഗുലേഷൻസും 2011 പുറത്തു വരുന്നത്.
2006 ആക്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം ഏകദേശം 5 വർഷം ഗ്യാപ്പ് എടുത്തു റൂൾസും റെഗുലേഷൻസും പുറത്തു വരാനായിട്ട്. റൂൾസ് ഒരെണ്ണേ ഉള്ളൂ. റെഗുലേഷൻസ് ഏകദേശം 26ഓളം റെഗുലേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. പല പല റെഗുലേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ബേസിക്കലി ഷുവർലി ഈ സിലബസിൽ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ എന്താ പറയാ സപ്ലിമെന്റ്, ഹെൽത്ത് സപ്ലിമെന്റ്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഡയറ്ററി ഫുഡ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന റെഗുലേഷൻ പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് സ്പെസിഫിക് മെൻഷൻ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർലി റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ജനറലി വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അടുത്ത ഒരു ലീഗൽ ടോപ്പിക് അല്ലെങ്കിൽ ലീഗൽ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അത് ഓൾമോസ്റ്റ് എല്ലാ ലോ എക്സാംസിനും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ടായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സുപ്രീം ലോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെയാണ്. ഏത് നിയമം ഈ ഇന്ത്യയിൽ വന്നാലും അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർക്ക് അത് ഉണ്ടാക്കാനുള്ള പവർ കൊടുക്കുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 246 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും നിയമങ്ങൾ ഉണ്ടാക്കാം. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആര് നിയമം ഉണ്ടാക്കണം എന്ന് ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ആർട്ടിക്കിളിൽ 3 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ ഒന്ന് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ആണ് ആദ്യത്തെ ലിസ്റ്റ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പേര് പോലെ തന്നെയാണ്. അതിൽ കുറെ മാറ്റേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, റോഡ്, ട്രാൻസ്പോർട്ട്, ഇങ്ങനെ കുറെ മാറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആർക്ക് നിയമം ഉണ്ടാക്കാം? നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം. കാരണം ആ ലിസ്റ്റിന്റെ പേരെന്താ? യൂണിയൻ ലിസ്റ്റ് എന്ന്. രണ്ടാമത്തേതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് കുറെ മാറ്റേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് നിയമം ഉണ്ടാക്കാം? ഓഫ് കോഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം. അപ്പൊ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമം ആ സ്റ്റേറ്റിൽ മാത്രമേ വാലിഡ് ആയിരിക്കുള്ളൂ. ഇപ്പൊ കേരള ഗവൺമെന്റ് ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിയമം ഉണ്ടാക്കിയാൽ അത് കേരളത്തിൽ മാത്രമേ പ്രാബല്യത്തിൽ വരും. ഒരിക്കലും അത് തമിഴ്നാട്ടിൽ പ്രാബല്യത്തിൽ വരത്തില്ല. അങ്ങനെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും റെസ്പെക്റ്റീവ് ആയിട്ട് അവരവരുടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള മാറ്റേഴ്സിൽ നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, കൺകറന്റ് ലിസ്റ്റ്. എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? ഒരെണ്ണം യൂണിയൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഒരെണ്ണം സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ കൺകറന്റിൽ ആരാ? 2 പേർക്കും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതില് ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മാറ്റേഴ്സിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം, സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാം. അപ്പൊ ഇവർ തമ്മിൽ വഴക്കാവില്ലേ? ഈ വഴക്ക് സോൾവ് ചെയ്യാനും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. 2 പേരും ചിലപ്പോൾ നിയമം കൊണ്ടുവന്നാൽ ഏത് ഫോളോ ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. ഇവർ തമ്മിൽ തല്ലാവാൻ പാടില്ല. ഇത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിപ്പഗ്നൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും നമ്മളുടെ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് നിയമമൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ ഓക്കെ. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ആദ്യം നിയമം ഉണ്ടാക്കിയാൽ, ഫോർ എക്സാമ്പിൾ ഒരു മാറ്റർ കിടക്കുന്നു, ഇതുവരെ ഈ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിയമമില്ല, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമം കൊണ്ടുവന്നു. ഇനി അതേ മാറ്ററിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് നിയമം കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സ്റ്റേറ്റ് ഗവൺമെന്റിന് അഥവാ ഇനി നിയമം കൊണ്ടുവരണമെങ്കിൽ ആരുടെ കൺസെന്റ് മേടിക്കണം എന്നറിയോ? പോയി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിക്കണം. പ്രസിഡന്റിനോട് പറയണം ഈ കാര്യമായിട്ടൊരു നിയമം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ വകയായിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേറ്റിൽ വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ നിയമം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരണം. അങ്ങനെ പ്രസിഡന്റിന്റെ അടുത്ത് പോകുമ്പോൾ പ്രസിഡന്റ് സമ്മതിക്കുകയാണെങ്കിൽ നിയമം കൊണ്ടുവരാം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് അനിമൽസ് എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ത്യ മൊത്തം വാലിഡിറ്റി ഉള്ള ഒരു നിയമമാണ് അത്. എന്നാൽ പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പവർ വാങ്ങിയിട്ട് സ്പെഷ്യൽ നിയമങ്ങൾ ഇതേ മാറ്ററിൽ, അനിമൽ ക്രൂവൽറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണത്, ആ മാറ്ററിൽ സ്പെഷ്യൽ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബീഹാറിൽ കൗ സ്ലോട്ടറിങ്, പശുവിനെ കൊല്ലുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നിയമമുണ്ട്. ആരും കൊല്ലാൻ പാടില്ല, കൗവിനെ സ്ലോട്ടർ ചെയ്യാൻ പാടില്ല, ആരും ആ മീറ്റ് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അനിമൽസിന് അഗെയിൻസ്റ്റ് ക്രൂവൽറ്റി പാടില്ല എന്നും കൊല്ലാൻ പാടില്ല എന്നൊക്കെ. ബട്ട് സ്റ്റിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പെസിഫിക്കലി ആ ഒരു നിയമം കൗവിലേക്ക് മാത്രം കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു സ്പെഷ്യൽ പെർമിഷൻ വാങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമം ഈ മാറ്റർ കൺകറന്റ് ലിസ്റ്റിലാണ് കിടക്കുന്നത്. ക്രൂവൽറ്റി അഗെയിൻസ്റ്റ് അനിമൽ എന്ന് പറയുന്ന മാറ്റർ കൺകറന്റ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിനും നിയമം ഉണ്ടാക്കാം, സെൻട്രലിന് നിയമം ഉണ്ടാക്കാം. എങ്ങാനും സെൻട്രൽ ആണ് ആദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നീട് അതേ മാറ്ററിൽ സ്റ്റേറ്റിന്റെ നിയമം കൊണ്ടുവരണമെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? പ്രസിഡന്റിന്റെ പെർമിഷൻ വേണം. അപ്പൊ ഇതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ലിസ്റ്റിൽ നിന്ന് ആർക്കാണ് എന്ന് പറയുന്നതിനുള്ള റീസൺ. ഇത് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ആർട്ടിക്കിൾ 249 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട് ആസ് യൂഷ്വൽ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പവർ ഓഫ് ദി പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്
ഇഫ് എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഈസ് ഇൻ ഓപ്പറേഷൻ. രണ്ടാമത്തേത് റെസ്യൂഡറി പവർ ഓഫ് ലെജിസ്ലേഷൻ. മൂന്നാമത്തേത് പവർ ഓഫ് ദി പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ഇൻ എ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. നാലാമത്തേത് ലെജിസ്ലേഷൻ ഫോർ ഗിവിംഗ് എഫക്ട് ടു ഇന്റർനാഷണൽ എഗ്രിമെന്റ്. ഈ 4 ഓപ്ഷൻസ് ആണ്. ഇനി ഒരു കാര്യം പറയാം, ഈ 4 ഓപ്ഷൻസിലും സെൻട്രൽ ഗവൺമെന്റ് ആണ് നിയമം ഉണ്ടാക്കാനുള്ള പവർ വെക്കുന്നത്. അതായത് ആദ്യത്തെ ഓപ്ഷൻ എന്താ, പാർലമെന്റിന് നിയമം ആർട്ടിക്കിൾ 249 എന്താണ് പറയുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാല് അതിനകത്ത് പറയുന്നത് ഇതാണ് എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത്. എന്താണെന്നാ, പവർ ഓഫ് ദി പാർലമെന്റ്, പാർലമെന്റിന്റെ പവർ ലെജിസ്ലേറ്റ് ചെയ്യാനായിട്ട് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു മാറ്ററിൽ പാർലമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് നിയമം കൊണ്ടുവരാം. അത് എപ്പോഴാണ്, എമർജൻസി പ്രൊക്ലമേഷൻ ഉണ്ടെങ്കിൽ. ഇത് യൂഷ്വലി ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു പവറാണ്. ആർട്ടിക്കിൾ 249 അല്ല ഇത് പറയുന്നത് എന്ന് മാത്രം. ആർട്ടിക്കിൾ 299, ആർട്ടിക്കിൾ 300 അവിടെയൊക്കെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാല് നമ്മളുടെ ഇന്ത്യയിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. എമർജൻസി എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു 1975 ഇതേ കണക്ക് നാഷണൽ എമർജൻസി ആയിരിക്കാം, സ്റ്റേറ്റ് എമർജൻസി ആയിരിക്കാം, കോവിഡിന്റെ ടൈമിൽ എമർജൻസി ആയിരുന്നു അല്ലെ. ഇങ്ങനെ എമർജൻസി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു മാറ്ററിൽ വേണമെങ്കിലും നിയമം ഉണ്ടാക്കാം. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള മാറ്ററിന് യൂഷ്വലി സ്റ്റേറ്റിന് മാത്രമേ നിയമം ഉണ്ടാക്കാൻ പറ്റൂ അല്ലെ. കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ ഓക്കെ, രണ്ടുപേർക്കും ഉണ്ടാക്കാം, സെൻട്രൽ ഗവൺമെന്റിന് കൊണ്ടുവരാം. പക്ഷെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റേറ്റിന് മാത്രം ഉണ്ടാക്കാൻ പറ്റും, വേറെ ആർക്കും അതിൽ കൈകടത്താൻ പറ്റത്തില്ല. പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു സിറ്റുവേഷൻ ആണ് എമർജൻസി. ഏതെങ്കിലും ഒരു എമർജൻസി ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, എമർജൻസി പ്രൊക്ലെയിം ചെയ്തിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് സ്റ്റേറ്റിന് പവർ ഇല്ല, മുഴുവൻ പവറും സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകും. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള മാറ്ററിൽ വേണമെങ്കിലും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് നിയമം കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതൊരു എക്സാക്ട്ലി ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു പവർ ആണ്. പക്ഷെ ഇത് ആർട്ടിക്കിൾ 249 അല്ല പറയുന്നത്. രണ്ടാമത്തേത് റെസ്യൂഡറി പവർ ഓഫ് ലെജിസ്ലേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. എന്താണ് റെസ്യൂഡറി പവർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ലിസ്റ്റിൽ കുറെ മാറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമം ഉണ്ടായിക്കോട്ടെ. സെൻട്രൽ യൂണിയൻ ലിസ്റ്റിൽ കുറെ മാറ്റേഴ്സ് എഴുതിക്കൊണ്ട് യൂണിയൻ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കിക്കോട്ടെ. കൺകറന്റ് ലിസ്റ്റിൽ കുറെ മാറ്റേഴ്സ് എഴുതിക്കൊണ്ട് രണ്ടുപേരും നിയമം ഉണ്ടാക്കിക്കോട്ടെ. കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. ഈ ലിസ്റ്റിൽ മൂന്നിലും ഈ ലോകത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമം കൊണ്ടുവരാൻ സാധ്യതയുള്ള എല്ലാ മാറ്റേഴ്സും എഴുതിയിട്ടുണ്ടാവോ? ഒരിക്കലും ഇല്ല അല്ലെ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ഇൻഡിപെൻഡൻസ് കിട്ടി 1950 1950-കളിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്. ആ സമയത്ത് എന്തോരം കാര്യങ്ങളെ കുറിച്ച് നിയമം വേണമെന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം റീസെന്റ് ആയിട്ട് എന്തൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഒരു ബെസ്റ്റ് ഇഷ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം നമ്മുടെ കേരള ഗവൺമെന്റ്, നമ്മുടെ എന്താ പറയാ യൂണിയൻ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? എക്സാമിൽ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് യൂസ് ചെയ്യാൻ പാടില്ല. ഈ നീറ്റിന്റെ ഇഷ്യൂ, നെറ്റിന്റെ ഇഷ്യൂ ഇതൊക്കെ വന്നപ്പം യൂണിയൻ ഗവൺമെന്റ് നിയമം കൊണ്ടുവരാൻ പോവാണ്. അതൊന്നും വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് ഈ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയപ്പോ ഈ ഒരു മാറ്റർ ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ആഡ് ചെയ്യാൻ ചിലപ്പോൾ അവർ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെ അവർ ഓർത്തിട്ടുണ്ടാവില്ല ഇങ്ങനൊരു മാറ്റർ ഭാവിയിൽ വരാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം വരേണ്ട ആവശ്യം വരാം, ഈ മാറ്ററും കൂടി നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ പവർ ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ എഴുതണം എന്ന് അവർ ഓർത്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റി അല്ലെ, ഇപ്പം റീസെന്റ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഒരു നിയമം, അല്ലെങ്കിൽ ഹോമോസെക്ഷൽസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ കൂടുതൽ ഇവോൾവ് ചെയ്ത് വരികയാണ്. അവർ സ്പെസിഫിക് റൈറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എവിടെയും കൊടുത്തിട്ടില്ല, ഒരു ലിസ്റ്റിലും ഇല്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആര് നിയമം ഉണ്ടാക്കും? സെൻട്രൽ ഗവൺമെന്റ് ലിസ്റ്റിൽ ഇല്ല ഇത്, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇല്ല ഇത്, യൂണിയൻ ലിസ്റ്റിൽ ഇല്ല ഇത്. അപ്പൊ പറഞ്ഞാൽ മതിയോ ഗവൺമെന്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമ്മുടെ മേക്കേഴ്സിന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ഡോക്ടർ BR അംബേദ്കർ, അതോടൊപ്പം തന്നെ കുറച്ച് ആൾക്കാർ, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഹെഡ് ആയിരുന്നു BR അംബേദ്കർ. അപ്പൊ ഇവര് ഈ ഒരു ലിസ്റ്റ് എഴുതിയ സമയത്ത് അവർക്ക് അറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ മാറ്റേഴ്സ് അവർ വിട്ടുപോകാൻ സാധ്യതയുണ്ട്, കൂടാതെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടാം. അപ്പൊ ഇവര് ഈ ലിസ്റ്റ് എഴുതി കുറച്ച് മാറ്റേഴ്സ് എഴുതി ഫിക്സ് ചെയ്ത് വെച്ചാൽ ഭാവിയിൽ നിയമം ഉണ്ടാക്കുന്നതിന് പ്രശ്നമായി വരും എന്നവർക്ക് മനസ്സിലായി. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് അറിയാമോ? യൂണിയൻ ലിസ്റ്റില് എൻട്രി 97 എൻട്രി എന്ന് വെച്ചാൽ ഓരോ മാറ്റേഴ്സും നമ്മൾ ഓരോ എൻട്രി ആയിട്ടാ പറയാ. എൻട്രി 1 ഇന്ന മാറ്റർ, എൻട്രി 2 ഇന്ന മാറ്റർ, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എൻട്രി 97 ആയിട്ട്, അതായത് 97ാമത് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് റെസ്യൂഡറി പവർ എന്ന് പറയുന്നൊരു പവറാണ്. ഇതനുസരിച്ച് യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം ഇന്ത്യയിൽ ഉടലെടുക്കുകയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം വേണം എന്നൊരു സാഹചര്യമാണെങ്കിൽ ആ പവർ ആർക്ക് കൊടുത്തിരിക്കുകയാണ്? സെൻട്രൽ ഗവൺമെന്റിന് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ലിസ്റ്റിൽ ഒന്നും പറഞ്ഞിരിക്കാത്ത ഒരു മാറ്റർ ഉണ്ടായാൽ ആ മാറ്ററിൽ നിയമം ഉണ്ടാക്കാൻ ആർക്ക്
സെൻട്രൽ ഗവൺമെന്റിനാണ് അധികാരം. ആ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്യൂഡറി പവർ ഓഫ് ലെജിസ്ലേഷൻ. ഇതും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എവിടെയല്ല പറയുന്നത്? ആർട്ടിക്കിൾ 249 ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, പവർ ഓഫ് ദി പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. നാഷണൽ ഇൻട്രസ്റ്റിൽ നേഷന്റെ മൊത്തം താല്പര്യ പ്രകാരം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന ഒരു മാറ്ററിൽ പാർലമെന്റിന് നിയമം കൊണ്ടുവരാം. ഈ പവറാണ് ആർട്ടിക്കിൾ 249 കൊടുത്തിരിക്കുന്നത്. 249 പറയുന്നത് തന്നെ ഈ ഒരു സബ്ജക്ട് മാറ്ററിനെ കുറിച്ചാണ്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ലെജിസ്ലേഷൻ ഫോർ ഗിവിംഗ് എഫക്ട് ടു ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് എന്നാണ്. അതായത് ഇന്റർനാഷണലി നമ്മൾ കുറെ എഗ്രിമെന്റ്സിൽ ഏർപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഗ്രിമെന്റ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല എഗ്രിമെന്റ്സിൽ ഏർപ്പെടുന്നുണ്ട്. ഇങ്ങനെ കുറെ എഗ്രിമെന്റ്സിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടല്ലോ. ഈ എഗ്രിമെന്റ്സിലൊക്കെ നമ്മൾ ഏർപ്പെട്ടാൽ ആ എഗ്രിമെന്റ്സ് ഇന്ത്യയിൽ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അതിനെ നമ്മൾ റാറ്റിഫൈ ചെയ്യുക എന്നാണ് ലീഗലി പറയുക. അങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. ആ ഉത്തരവാദിത്വം പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 249 എന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതുമല്ല ആൻസർ. ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 249 പറഞ്ഞിരിക്കുന്ന സബ്ജക്ട് മാറ്റർ. നമുക്ക് ആർട്ടിക്കിൾ 249 എന്താണെന്ന് നോക്കാം. ഇതനുസരിച്ച് സെക്ഷന്റെ ഹെഡിങ് തന്നെ ഇതാണ്: പവർ ഓഫ് ദി പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ മാറ്റർ ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. നാഷണൽ ഇൻട്രസ്റ്റില് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സബ്ജക്ട് മാറ്ററിൽ പാർലമെന്റിന് വേണമെങ്കിൽ നിയമം കൊണ്ടുവരാം. പക്ഷെ അങ്ങനെ ചുമ്മാ കൊണ്ടുവരാനൊന്നും പറ്റില്ല. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്താണ്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഈ ഒരു ആർട്ടിക്കിൾ 249 അടങ്ങിയിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ ബേസിക്കലി പറയുന്നത് യൂണിയന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ടെ. അതൊക്കെ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാലും ഇങ്ങനെയും കൂടി ചെയ്യാൻ പറ്റും. ഒരു എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് എന്ന വാക്കിന്റെ അർത്ഥം. അതനുസരിച്ച് ഇഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് has declared by resolution supported by not less than 2/3 of the members present and voting. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സ്റ്റേറ്റുകളുടെ കൂട്ടം. പാർലമെന്റിൽ നമുക്കറിയാം ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതില് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയുടെ മറ്റൊരു പേരാണ്. അപ്പൊ അവര് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ്. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? അവരൊരു തീരുമാനം പാസ്സാക്കുകയാണ്. ആ തീരുമാനം 2/3 മെജോറിറ്റിയിലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അതായത് അവിടെ ആ സമയത്ത് ആ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് കൂടി ചേർന്ന് അതിൽ 2/3 ആൾക്കാരുടെ സമ്മതപ്രകാരമാണ് ഈ തീരുമാനം പാസ്സാക്കിയിരിക്കുന്നത്. ആ തീരുമാനം എന്താണ്? ആ തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ ആ റെസൊല്യൂഷനിലൂടെ അവർ പറയുകയാണ്, ഇറ്റ് ഈസ് നെസസറി, അത്യാവശ്യമാണ്, എക്സ്പീഡിയന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? ഇൻ ദി നാഷണൽ ഇൻട്രസ്റ്റ്, ലോകത്തിന്റെ അല്ല, നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. ഇന്ത്യയുടെ മുഴുവൻ താല്പര്യപ്രകാരം ഇത് ഏറ്റവും ഇമ്പോർട്ടന്റും എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമാണ്. എന്താണ്? പാർലമെന്റ് ഷുഡ് മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു എനി മാറ്റർ എന്യൂമറേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന മാറ്ററിൽ പാർലമെന്റ് നിയമം കൊണ്ടുവരണം എന്ന്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അത് എത്രയും പെട്ടെന്ന് വേണമെന്നും നമ്മുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ പാസ്സാക്കുകയാണ് ഒരു റെസൊല്യൂഷൻ 2/3 മെജോറിറ്റി. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിന് ഏത് സബ്ജക്ട് മാറ്ററിലാണോ അങ്ങനെ ഒരു നിയമം വേണം എന്ന് രാജ്യസഭ പാസ്സാക്കുന്നത്, ആ സബ്ജക്ട് മാറ്ററിൽ നിയമം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു നിയമം ഒന്നുകിൽ ഇന്ത്യ മുഴുവൻലി വാലിഡ് ആകുന്ന രീതിയിൽ പാർലമെന്റിന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചില പെർട്ടിക്കുലർ സ്റ്റേറ്റുകളിൽ മാത്രം വാലിഡ് ആവുന്ന രീതിയിൽ കൊണ്ടുവരാം. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 249 പറയണത്. ഇതുപോലെ തന്നെ കുറെ പവേഴ്സ് ഉണ്ട്. ആർട്ടിക്കിൾ 249 ഇതാണ് പറയുന്നത്. 246 ഉണ്ട്, 247 ഉണ്ട്. 247 ടെറിട്ടോറിയാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഓരോരുത്തരും ഉണ്ടാക്കുന്ന നിയമം എവിടെയൊക്കെ എത്ര ഏരിയയിൽ അത് പ്രാബല്യത്തിൽ വരണം, അല്ലെങ്കിൽ എത്ര ഏരിയയിലേക്ക് അവർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ടെറിട്ടോറിയാലിറ്റി പ്രിൻസിപ്പൽ. ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്. ഷോർട്ട് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എസ്പെഷ്യലി 3 പവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്: ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ആൻഡ് ഫൈനാൻഷ്യൽ പവേഴ്സ്. ഇതിൽ മൂന്നിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും. അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ ലിസ്റ്റുകളുടെ എൻട്രി ഏതൊക്കെയാണെന്ന്, ആ ഓരോ എൻട്രീസും ഓരോ സബ്ജക്ട് മാറ്റേഴ്സും ഓപ്ഷൻസ് തരും നിങ്ങൾക്ക്. 3 സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ 4 സബ്ജക്ട് മാറ്റർ ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്, ഇതിൽ ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. ഇങ്ങനെ സബ്ജക്ട് മാറ്റേഴ്സ് എടുത്തിട്ട് അത് ഏത് ലിസ്റ്റിലാണ് എന്ന് പറയാനും അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ്ലി പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: പവർ ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ടു ഡിസൈഡ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ് കംസ് അണ്ടർ വിച്ച് ജൂറിസ്ഡിക്ഷൻ? ക്വസ്റ്റ്യന്റെ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ പലതും ലീഗൽ ടേംസ് ആണ്. ഈ ലീഗൽ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല.
നമുക്കറിയാം ഇന്ത്യയിൽ സുപ്രീം കോടതി ഉണ്ട് അല്ലെ. ഈ സുപ്രീം കോടതി എന്ന് വെച്ചാൽ ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ. സുപ്രീം പേര് പോലെ തന്നെ അപ്പെക്സ് കോർട്ടാണ്. അതിന് മുകളിലേക്ക് നമുക്ക് വേറൊരു കോടതി ഇല്ല. അപ്പൊ നമ്മളുടെ ഹയസ്റ്റ് കോർട്ടാണ്. നമുക്ക് ഡയറക്ട്ലി സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല അൺലെസ് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തില്ലെങ്കിൽ. പാർട്ട് 3 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 32 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനെ നമ്മൾ ആർട്ടിക്കിൾ എന്നാ പറയാ. ബാക്കി നിയമങ്ങളാണെങ്കിൽ നമ്മൾ സെക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയാ വിളിക്കാം. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസിനെ നമ്മൾ ആർട്ടിക്കിൾസ് എന്നാ പറയാം. അപ്പം ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 32 വരെ അടങ്ങിയിരിക്കുന്ന ചാപ്റ്റർ ആണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ട് 3 നമ്മളുടെ റൈറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റൈറ്റ് ടു ലൈഫ് ഉണ്ട്, നമുക്ക് റൈറ്റ് ടു എൻവയോൺമെന്റ് ഉണ്ട്, നമുക്ക് റൈറ്റ് ടു ഒക്യുപ്പേഷൻ ഉണ്ട്, നമുക്ക് റൈറ്റ് ടു റിലീജിയൻ ഉണ്ട്. ഇങ്ങനെ നമ്മളുടെ റൈറ്റുകളാണ് പാർട്ട് 3 പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു റൈറ്റ് നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ ഈ കുറെ കോടതികളുണ്ട്. നമുക്ക് ഡിസ്ട്രിക്റ്റിലുണ്ട്, സ്റ്റേറ്റിൽ ഹൈക്കോടതി ഉണ്ട്, സുപ്രീം കോടതി, ഇങ്ങനെ കുറെ കോടതികളില്ലേ. ഇവരെ ഒക്കെ മറികടന്ന് നമുക്ക് ഡയറക്ട്ലി സുപ്രീം കോർട്ടിൽ പോവാം. ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്നാണ് നമ്മൾ ഈ റൈറ്റുകളെ വിളിക്കുന്നത്. ഇത് വയലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് പോകാൻ പറ്റൂ. മറ്റെന്തെങ്കിലും കുറെ ആർട്ടിക്കിൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കിടപ്പുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വയലേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഒരിക്കലും സുപ്രീം കോടതി പോകാൻ പറ്റില്ല. നമ്മൾ ഹൈക്കോടതി പോകണം. ഹൈക്കോടതി പോയിട്ട് നമുക്ക് അവിടുന്ന് ഡിസിഷൻ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പീലായിട്ട് നമുക്ക് സുപ്രീം കോടതി പോകാം. അപ്പൊ ഈ സുപ്രീം കോടതിയിലേക്ക് നമുക്ക് ഡയറക്ട്ലി ആക്സസ് കിട്ടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പം സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഒരു സുപ്രീം അപ്പെക്സ് കോർട്ട് നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സുപ്രീം കോർട്ടിന് കുറെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോടതിക്ക് ഒരു പെർട്ടിക്കുലർ കാര്യം, ഒരു പെർട്ടിക്കുലർ മാറ്റർ ഡിസൈഡ് ചെയ്യാനുള്ള അവരുടെ പവറിനെ നമ്മൾ ലീഗലി വിളിക്കുന്ന പേരാണ് ജൂറിസ്ഡിക്ഷൻ. ഇപ്പൊ നമുക്കറിയാം ഫാമിലി കോർട്ട് ഉണ്ട് അല്ലെ, കുടുംബ കോടതികളുണ്ട്. അവർക്ക് എന്താ ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ഫാമിലി മാറ്റേഴ്സ് ആണ്. ഡിവോഴ്സ്, അതുപോലെ തന്നെ പാർട്ടീഷൻ, ഇങ്ങനെ കുടുംബ മാറ്റേഴ്സ്, ഫാമിലി മാറ്റേഴ്സ് അവർ ഡീൽ ചെയ്യാം. അപ്പൊ അവർ ഫാമിലി കോർട്ടാണ്. അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്താണ്? ഫാമിലി കേസസ് ആണ് അവരുടെ ജൂറിസ്ഡിക്ഷൻ. അപ്പൊ ഇങ്ങനെ ജൂറിസ്ഡിക്ഷൻ പലതരത്തിലുണ്ട്. സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ, ഇങ്ങനെ കുറെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അവർക്ക് ഏത് മാറ്റർ ആണ്, ഓരോ കോടതിക്കും ഓരോ പെർട്ടിക്കുലർ മാറ്റർ ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ക്രിമിനൽ കോടതിക്ക് ക്രിമിനൽ മാറ്റേഴ്സ് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റൂ, സിവിൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യാൻ പറ്റില്ല. കൺസ്യൂമർ കോടതികൾക്ക് കൺസ്യൂമർ മാറ്റേഴ്സ് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റൂ, വേറൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും എന്ത് മാറ്റേഴ്സ് വേണമെങ്കിലും ഡീൽ ചെയ്യും. അതുകൊണ്ട് അവർക്ക് സബ്ജക്ട് മാറ്റർ ജൂറിസ്ഡിക്ഷൻ, അവർക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് അല്ല, അങ്ങനെ നമ്മൾ പറയാറില്ല. അവർക്ക് എന്തും ഡീൽ ചെയ്യാം. പിന്നീട് വരുന്നതാണ് പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ. പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ എന്താന്ന് വെച്ചാൽ ഇത് യൂഷ്വലി നമ്മൾ പറയുന്നത് സിവിൽ കോടതികൾക്കാണ്. ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് മുകളിലേക്കുള്ള മാറ്റേഴ്സ് ഒരു പെർട്ടിക്കുലർ കോടതി ഡീൽ ചെയ്യാൻ പാടില്ല എന്നതാണ് പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 5 ലക്ഷം വരെയുള്ള മാറ്റർ ആണെങ്കിൽ ഏറ്റവും താഴെയുള്ള കോടതി ഡീൽ ചെയ്യാം. 5 ലക്ഷത്തിന് മുകളിലേക്ക് 10 ലക്ഷം വരെ അതിന് മുകളിലുള്ള കോടതി ഡീൽ ചെയ്യുക. ഇങ്ങനെ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, വാല്യൂ ഉണ്ടല്ലോ, ഏത് ആ കേസിന്റെ വാല്യൂവിനനുസരിച്ച് കോടതികളുടെ ജൂറിസ്ഡിക്ഷൻ ഡിസൈഡ് ചെയ്യുന്നതാണ് പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ. ഇവിടെ ഓപ്ഷൻസിൽ കുറച്ച് ജൂറിസ്ഡിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് വരുന്നത് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്താന്ന് വെച്ചാൽ അപ്പീൽ കേൾക്കാൻ. അപ്പീൽ എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലെ. ഒരു കോടതിയുടെ ഡിസിഷൻ വന്നെന്ന് കരുതുക, ആ ഡിസിഷനിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് തൊട്ട് മുകളിലുള്ള കോടതിയിലേക്ക് അപ്പീൽ പോകാൻ പറ്റും. ഇങ്ങനെ പോയി നമുക്ക് എവിടെ വരെ പോകാം? സുപ്രീം കോടതി വരെ പോകാം. അപ്പൊ സുപ്രീം കോടതിക്ക് എന്തിനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട്? അപ്പീൽ കേൾക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അപ്പീൽ കേൾക്കാനുള്ള പവർ ഉണ്ട്. അപ്പം ആ ജൂറിസ്ഡിക്ഷനെ, ആ പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ. സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു മാറ്റർ ഡിസൈഡ് ചെയ്യാനുള്ള സുപ്രീം കോടതിയുടെ പവർ അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണോ എന്നാണ് ആദ്യത്തെ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ അല്ല. അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് കുറെ കോടതികൾക്ക് ശേഷം ലാസ്റ്റ്ലി അപ്പീലായിട്ട് കേൾക്കുന്നതാണ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബാക്കി രണ്ടെണ്ണം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലേക്ക് വരാം. അടുത്തതാണ് സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ. ഇങ്ങനെ ഒരു പവർ ആർട്ടിക്കിൾ 136 കൊടുത്തിരിക്കുന്നത്. ഇതനുസരിച്ച് നമ്മൾ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോടതിയിലോ ഒരു കേസ് കേട്ടോണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഹൈക്കോടതി കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കേസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും വലിയ പ്രശ്നം, ഒന്നുകിൽ ജഡ്ജ് എന്ന് പറയുന്ന ആള് എന്താ ബയാസ്ഡ് ആണ്, ആ വ്യക്തി മറ്റേ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ജഡ്ജ് നമ്മളുടെ കേസ് പ്രോപ്പർലി അപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ, അവിടെ ഒരു ജസ്റ്റിസ് എന്ന മിസ്കാരേജ്, ജസ്റ്റിസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ആ കോടതിയിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും?
സുപ്രീം കോടതിയിലേക്ക് ഡയറക്റ്റ് പോവാം. ഡയറക്റ്റ് പോയിട്ട് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാം, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്, ഈ മാറ്റർ അതുകൊണ്ട് ഈ കോടതി ഡീൽ ചെയ്താൽ ശരിയാവില്ല, എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ തരണം, സ്പെഷ്യൽ ലീവ് തരണം, ഈ മാറ്റർ ഇവിടുന്ന് ഡയറക്ട്ലി സുപ്രീം കോടതിയിൽ കൊണ്ടുവരാനായിട്ട്. കാരണം അവിടുന്ന് നമുക്ക് ചിലപ്പോൾ ഡയറക്ട്ലി സുപ്രീം കോടതിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല, അതിന് മുകളിൽ കുറെ കോടതികൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ടച്ച് ചെയ്ത് നമുക്ക് സുപ്രീം കോടതി പോകാൻ പറ്റും. പക്ഷെ അത്രയും നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം ഉണ്ടാവും, നമ്മൾ അത്രയും മിസ്കാരേജ് സഹിക്കേണ്ടി വരും എന്ന് സുപ്രീം കോടതി നമ്മൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ സുപ്രീം കോടതി നമുക്ക് സ്പെഷ്യൽ ലീവ് തരും. ഇതൊക്കെ ലീവ് ചെയ്തോളൂ, ഡയറക്ട്ലി എന്റെ അടുത്തേക്ക് വന്നോളൂ. അതാണ് സ്പെഷ്യൽ ലീവ് ടു അപ്പീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 136 പറയണത്. സ്പെഷ്യൽ ലീവിൽ ഒരിക്കലും സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള കാര്യം പറയുന്നില്ല. സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള മാറ്റർ സ്പെഷ്യൽ ലീവ് വഴി സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ളത് ഒരു സെപ്പറേറ്റ് ഇഷ്യൂ ആണ്. സ്പെഷ്യൽ ലീവ് നോർമലി ഏതെങ്കിലും ഒരു സ്റ്റേറ്റും ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലും, അങ്ങനെ സെന്ററും സ്റ്റേറ്റും, രണ്ട് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് സോവറിൻ, ഒരു സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇവർ തമ്മിലുള്ള മാറ്റേഴ്സ് ഒരിക്കലും സ്പെഷ്യൽ ലീവ് ആയിട്ട് പോവില്ല. ഇവർ തമ്മിലുള്ള മാറ്റേഴ്സ് ഒരിക്കലും അപ്പീലായിട്ടും പോവില്ല. അടുത്തതാണ് എക്സിക്യൂട്ടീവ് ജൂറിസ്ഡിക്ഷൻ. എക്സിക്യൂട്ടീവ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിന് കുറെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുകളുണ്ട്. അതായത് സുപ്രീം കോടതിക്ക് അതിന്റെ അനുബന്ധമായിട്ട് വരുന്ന കുറെ റൂൾസ് ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുകൾ, അതിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താനുള്ള കുറച്ച് പവേഴ്സ് ഉണ്ട്. അതാണ് എക്സിക്യൂട്ടീവ് ജൂറിസ്ഡിക്ഷൻ. അത് ഇമ്പോർട്ടന്റ് അല്ല. ഇനിയാണ് നമ്മൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനിലേക്ക് വരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റിന്റെ ആൻസറും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ തന്നെയാണ്. എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് ചോദിച്ചാൽ, ചില കേസുകളിൽ സുപ്രീം കോടതിക്ക് ആദ്യമായി ആ മാറ്റർ കേൾക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതായത് ഈ കേസ് ഒറിജിനലി വരുന്നത് സുപ്രീം കോടതിയുടെ മുന്നിലായിരിക്കും. ഇങ്ങനെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് രണ്ട് മാറ്റേഴ്സിലാണ്. ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ വേറെ ഒരു കോടതിയിലും പോകണ്ട, ഡയറക്ട്ലി നമുക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാം. ഇത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ് സുപ്രീം കോടതിയുടെ. കാരണം സുപ്രീം കോടതിയാണ് ഒറിജിനലി ആദ്യമായിട്ട് ആ മാറ്റർ കേൾക്കാൻ പോകുന്നത്. ഇത് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ അല്ല. കാരണം എന്താണ്, നമ്മൾ ഒരിക്കലും അപ്പീൽ വഴിയല്ല സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ഇതൊരിക്കലും സ്പെഷ്യൽ ലീവ് അല്ല. നമ്മൾ വേറെ എവിടെ അപ്രോച്ച് ചെയ്യുന്നില്ല, ഡയറക്ട്ലി സുപ്രീം കോടതിയിലേക്ക് പോവാം. വേറെ എവിടെയെങ്കിലും അപ്രോച്ച് ചെയ്താലല്ലേ സ്പെഷ്യൽ ലീവും അപ്പീലും ഒക്കെ ആക്കാൻ പറ്റും. എവിടെയും പോകണ്ട, ഒറിജിനലി എവിടെ തന്നെ ഫയൽ ചെയ്യാം, സുപ്രീം കോടതി തന്നെ ഫയൽ ചെയ്യാം. അങ്ങനെയുള്ള കോടതിയുടെ ജൂറിസ്ഡിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഇത് രണ്ട് മാറ്റേഴ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ. പിന്നീട് ഒരു മാറ്റർ ഇതാണ്, സെന്ററും സ്റ്റേറ്റും, ഏതെങ്കിലും ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ വഴക്കിടുകയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു, അത് ചിലപ്പോൾ റിപ്പഗ്നൻസി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫാമേഴ്സ് ബില്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ഫാമേഴ്സ് ബില്ല് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു അല്ലെ. കർഷകർക്ക് വേണ്ടി കുറെ നിയമങ്ങൾ നമ്മുടെ മോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വൈഡായിട്ട് പ്രക്ഷോഭം നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ മുഴുവനായിട്ടും. എസ്പെഷ്യലി നോർത്തേൺ റീജിയനിലൊക്കെ കർഷകർ കൂട്ടമായി ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ബേസിക്കലി വന്നിരിക്കുന്നത് കുറെ PI ലാണ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കുറെ അധികം സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഇതിനെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സെന്ററും സ്റ്റേറ്റും നമ്മളൊരു ഇഷ്യൂ ആയിട്ട് മാറി. പല സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇതിനെ എതിർക്കാൻ തുടങ്ങി. സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ഒരു സൈഡിൽ, സ്റ്റേറ്റ് ഗവൺമെന്റും പ്ലസ് കൂടെ കുറെ ആൾക്കാരും ഒരു സൈഡിൽ. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള വിഷയമായി തുടങ്ങി. അങ്ങനെ കുറെ മാറ്റേഴ്സ് ഉണ്ട്. സെന്ററും സ്റ്റേറ്റും നമ്മൾ വഴക്കാവും. അപ്പൊ ഈ സെന്ററും സ്റ്റേറ്റും തമ്മിൽ വഴക്കാവുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലുള്ള ഒരു ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പെർട്ടിക്കുലർ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ഗവൺമെന്റ്. അപ്പൊ ഇവർ തമ്മിൽ വഴക്കിടുമ്പോൾ ആർക്കാ മാറ്റർ ഡീൽ ചെയ്യാൻ പറ്റുക? കൺസിഡർ ചെയ്യാൻ നമ്മൾ പറയാണ് ഹൈക്കോർട്ട് ഡീൽ ചെയ്തോട്ടെ. ഹൈക്കോർട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റുകളുണ്ടോ അത്രയും സ്റ്റേറ്റുകളിലും ഹൈക്കോർട്ട് ഉണ്ട്. ഏത് ഹൈക്കോർട്ട് ഡീൽ ചെയ്യണം? അതുപോലെ തന്നെ ഇപ്പം കേരളവും സെൻട്രൽ ഗവൺമെന്റ് തമ്മിലാണ് വഴക്കെടുക്കുന്നത്. ഇത് കേരളവും സെൻട്രൽ ഗവൺമെന്റ് തമ്മിൽ ആക്ച്വലി വഴക്കെടുക്കുന്നുണ്ടായിരുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബഡ്ജറ്റ്. കേരളത്തിന് മതിയായ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചു. എന്തുകൊണ്ടാണ് കേരളം ഹൈക്കോടതിയെ സമീപിക്കാതിരുന്നത്? കാരണം എന്താണ്? സെന്ററും സ്റ്റേറ്റും തമ്മിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ എവിടെയും പോകരുത്, ഡയറക്ട്ലി നിങ്ങൾ എവിടെയാ പോകേണ്ടത്? സുപ്രീം കോടതിയിലേക്കാണ്. അപ്പം ഈ ജൂറിസ്ഡിക്ഷൻ, സുപ്രീം കോടതിക്ക് ചില മാറ്റേഴ്സ് ഒറിജിനലി ആദ്യമായി കേൾക്കാനുള്ള പവർ ഉണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഈ ജൂറിസ്ഡിക്ഷൻ രണ്ട് കേസസിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന് സെന്ററും സ്റ്റേറ്റും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായാൽ, രണ്ട് ഫണ്ടമെന്റൽ റൈറ്റിന്റെ കേസിൽ. ഇത് എവിടെ പറഞ്ഞിരിക്കുന്നത്? സോറി, സെക്ഷൻ അല്ല, ആർട്ടിക്കിൾ ആണ് കേട്ടോ. ആർട്ടിക്കിൾ 131 ഒറിജിനൽ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് പറയുന്നത് സുപ്രീം കോർട്ടിന്റെ. ഇതനുസരിച്ച് subject to the provisions of this constitution, Supreme Court shall, to the exclusion of any other court, മറ്റു എല്ലാ കോർട്ടിനെയും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട്, അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരിക്കും. എന്തിലാണ്? ഇൻ എനി ഡിസ്പ്യൂട്ട്. ഏത് ഡിസ്പ്യൂട്ടിലാണ്? ഫസ്റ്റ്ലി ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്. ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് സെൻട്രൽ ഗവൺമെന്റും ഒന്നോ അതിൽ കൂടുതൽ സ്റ്റേറ്റുകളോ ഒരു സൈഡില്, സെൻട്രൽ ഗവൺമെന്റ് ഒരു സൈഡില്. ഈ മാറ്ററിൽ ആർക്കാ ജൂറിസ്ഡിക്ഷൻ? സുപ്രീം കോർട്ടിന്. രണ്ടാമത്, ബിറ്റ്വീൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
and any state or states on one side and one or more other state on the other side. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടാതെ കുറച്ച് സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഒരു സൈഡില്, മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്പുറത്തെ സൈഡിൽ. ഇങ്ങനെയാണെങ്കിലും നമ്മുടെ സുപ്രീം കോർട്ടിനാണ് അധികാരം. ബിറ്റ്വീൻ 2 or more സ്റ്റേറ്റ്. ഇനി കേരളവും തമിഴ്നാടും തമ്മിലൊരു വഴക്കിടുകയാണെങ്കിലോ കേരളത്തിലെ ഹൈക്കോടതിക്ക് അത് കാര്യമാക്കി ഡീൽ ചെയ്യാൻ പറ്റില്ല, തമിഴ്നാട്ടിലെ ഹൈക്കോടതിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. എവിടെ പോകണം? സുപ്രീം കോടതി പോകണം. അപ്പൊ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നം വന്നാലോ, ഒരു സെൻട്രൽ ഗവൺമെന്റും ഒന്നോ രണ്ടോ സ്റ്റേറ്റുകളും തമ്മിൽ പ്രശ്നം വന്നാലോ, സെൻട്രൽ ഗവൺമെന്റും കുറച്ച് സ്റ്റേറ്റും ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഒരു സൈഡിൽ, ഇങ്ങനെ സ്റ്റേറ്റ് സെന്ററും ഏത് സൈഡിൽ എങ്ങനെ വന്നാലും ആരാ ഈ മാറ്റർ ഡീൽ ചെയ്യേണ്ടത്? സുപ്രീം കോർട്ടാണ്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പോ ഇതാണ് സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ക്ലോസ് 1 മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ക്ലോസ് 2 ആക്ച്വലി പറയുന്നുണ്ട് റിറ്റ് ജൂറിസ്ഡിക്ഷൻ. സുപ്രീം കോടതിക്കുള്ള മറ്റൊരു ജൂറിസ്ഡിക്ഷൻ ആണ് റിറ്റ് ജൂറിസ്ഡിക്ഷൻ. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ കേസ് എന്ന് പറയുന്നത്. അവിടെ 2 ജൂറിസ്ഡിക്ഷൻ ആണ് ഒരേ സമയം കോടതി എക്സൈസ് ചെയ്യുന്നത്. ഒന്ന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, കാരണം ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തപ്പെട്ടാൽ മാറ്റർ ആദ്യം തന്നെ നമ്മൾ സുപ്രീം കോടതിക്ക് കേൾക്കാൻ പറ്റും. രണ്ടാമത് വരുന്നതാണ് റിറ്റ് ജൂറിസ്ഡിക്ഷൻ. റിറ്റ് എന്ന് വെച്ചാൽ കോടതി ഇഷ്യൂ ചെയ്യുന്ന കുറച്ച് ഓർഡേഴ്സ്, കുറച്ച് റിറ്റുകളുണ്ട്. ഹേബിയസ് കോർപ്പസ്, സെർഷ്യോറി, മാൻഡമസ്, ഇങ്ങനെ കുറച്ച് റിറ്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് റിറ്റ്സും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് ജൂറിസ്ഡിക്ഷൻ പോർഷനിൽ. ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ടും എസ്പെഷ്യലി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി സുപ്രീം കോർട്ട് കൂടാതെ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഹൈക്കോർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ഓർഗൻസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. 3 ഓർഗൻസ് ഏതൊക്കെയാണ്? നമ്മളുടെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3നെ കുറിച്ചുമാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ നമ്മൾ ചോദിച്ച് കാണുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലെ ഓരോ ടോപ്പിക്കിലും കുറെ അധികം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറെ ടോപ്പിക്സ് നമുക്ക് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ടോപ്പിക്സ് എല്ലാം ടോപ്പിക് വൈസ് ആയിട്ട്, കൺസെപ്റ്റ് വൈസ് ആയിട്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി ഒരു ചിട്ടയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഏണസ്റ്റ് അക്കാഡമി എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൺസെപ്ച്വൽ അനാലിസിസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഒരു ചിട്ടയായ രീതിയിൽ ഒരു പ്രോപ്പർ മെഷീനറിയിലൂടെ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങളുടെ സ്ലോട്ടുകൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. താഴെ കാണുന്ന ഗൂഗിൾ ഫോം, അതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പൊ മേക്ക് യുവർ റൈറ്റ് ചോയ്സ്. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. താങ്ക്സ് എ ലോട്ട്.